വെൽക്കം ടു ഡീൽസ് കേരള. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിന്റെ കനലിൽ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ സ്ഥിതി കൂടുതൽ ആശങ്കാജനകമായി മാറുകയാണ്. ഇറാനെതിരായ യുദ്ധത്തിൽ പരിക്കേറ്റ US സൈനികരുടെ എണ്ണം ഇപ്പോൾ ഏകദേശം 200 ഉയർന്നതായി അമേരിക്കൻ സൈന്യം ഔദ്യോഗികമായി അറിയിച്ചു. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പരിക്കേറ്റവരിൽ ഭൂരിഭാഗം പേരും ചെറിയ പരിക്കുകളോടെ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതിനകം തന്നെ 180 സൈനികർ ഡ്യൂട്ടിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്നാൽ 10 പേരുടെ പരിക്കുകൾ ഗുരുതരമാണെന്നും അവർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ യുദ്ധത്തിന്റെ വ്യാപ്തി ഇപ്പോൾ ഒരു രാജ്യത്തെയോ ഒരു മേഖലയെയോ മാത്രം പരിമിതപ്പെടുത്തിയിട്ടില്ല. ഗൾഫ് മേഖല മുഴുവൻ ഇതിന്റെ ആഘാതത്തിൽ ആഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. കുവൈറ്റ്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ, ബഹ്റിൻ, ഇറാഖ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലായി US സൈനികർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കുവൈറ്റ്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ, ബഹ്റിൻ, ഇറാഖ്, ഇസ്രായേൽ ഇവിടങ്ങളിലൊക്കെയും ആക്രമണത്തിന്റെ ചൂട് അനുഭവപ്പെട്ടു കഴിഞ്ഞു. ഫെബ്രുവരി 28 ആരംഭിച്ച ഈ യുദ്ധം വളരെ വേഗത്തിലാണ് തീവ്രത കൈവരിച്ചത്. ഇറാൻ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആദ്യ ആക്രമണത്തിന് പിന്നാലെ സ്ഥിതി വഷളായി. ഇതിനിടെ 13 US സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ട്. അതിനൊപ്പം നയതന്ത്ര കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, വിമാനാവളങ്ങൾ, ഗൾഫ് മേഖലയിലെ പ്രധാന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമണങ്ങളിൽ തകർന്നിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെ മറുപടി അതിലും ശക്തമായിരുന്നു. ഇറാനിലെ 7000-ലധികം ലക്ഷ്യങ്ങൾക്കെതിരെ US ആക്രമണം നടത്തിയതായി വിവരം പുറത്തുവന്നിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ അത്യാധുനിക ആയുധ സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് MQ-9 റീപ്പർ പോലുള്ള ഡ്രോണുകൾ ഈ യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. 50,000 അടി ഉയരത്തിൽ ദീർഘസമയം പറക്കാനും കൃത്യമായ ലക്ഷ്യങ്ങളിൽ മിസൈൽ ആക്രമണം നടത്താനും കഴിവുള്ള ഈ ഡ്രോണുകൾ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഇതിൽ 1 ഡസനോളം ഡ്രോണുകൾ ഇതിനകം നശിപ്പിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ ജെറുസലേം നഗരത്തിൽ ആശങ്ക ഉയർത്തുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജെറുസലേം നഗരത്തിലെ അത്യന്തം പുണ്യസ്ഥലങ്ങളായ അൽ അക്സ കോമ്പൗണ്ട്, ചർച്ച് ഓഫ് ദി ഹോളി സെപ്പൾച്ചർ എന്നിവയുടെ സമീപത്ത് മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചതായി ഇസ്രയേൽ പോലീസ് അറിയിച്ചു. വലിയ നാശനഷ്ടമോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഈ സംഭവങ്ങൾ മതസംഘർഷങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യത ഉയർത്തുന്നു. യുദ്ധത്തിന്റെ മാനുഷിക നഷ്ടവും വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ മാത്രം ഇതിനകം 1500-ലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലായിരിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇതിനിടെ ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണവുമായി ഇറാൻ രംഗത്തെത്തി. ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി അമേരിക്ക മറ്റൊരു 9/11 പോലുള്ള ആക്രമണം ആസൂത്രണം ചെയ്യുകയാണെന്ന് ആരോപിച്ചു. ഈ ആരോപണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. യുദ്ധത്തിന്റെ ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഇതിനോടകം തന്നെ വ്യക്തമായി തുടങ്ങി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ഭാഗികമായി അടച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏകദേശം 20% എണ്ണ ഗതാഗതം ഈ വഴിയിലൂടെ നടക്കുന്നതിനാൽ ഇത് ഇന്ധനവില വർധനവിക്കും പണപ്പെരുപ്പ് ഭീഷണിക്കും കാരണമായിരിക്കുന്നു. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് സുരക്ഷ നൽകാൻ സഖ്യകളികൾ യുദ്ധക്കപ്പലുകൾ അയക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ജർമ്മനി, ഇറ്റലി, സ്പെയിൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ ആവശ്യം നിരസിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ലെബനോണിൽ സ്ഥിതി കൂടുതൽ വഷളാകാനുള്ള സാധ്യത ഉയർന്നിരിക്കുന്നു. ഇസ്രായേൽ വലിയ കര ആക്രമണം നടത്താതിരിക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഇതിനകം തന്നെ ലെബനോണിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ കുടിയൊഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വ്യക്തമാണ്, ഈ യുദ്ധം ഒരു പ്രാദേശിക സംഘർഷമായി തുടരുമെന്ന പ്രതീക്ഷ വളരെ കുറവാണ്. പകരം ഇതൊരു വലിയ ആഗോള പ്രതിസന്ധിയായി മാറുകയാണ്. ഊർജ്ജമേഖല, വ്യോമാനികം, സാമ്പത്തിക വ്യവസ്ഥ എല്ലാം തന്നെ ഇതിന്റെ ആഘാതം നേരിടുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും എന്നത് ഇപ്പോഴും അനിശ്ചിതമാണ്. എന്നാൽ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയായി മാറിയെന്നത് ഇപ്പോൾ വ്യക്തമാണ്. കൂടുതൽ പുതിയ അപ്ഡേറ്റുകൾക്കായി ഡീൽസ് കേരള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.